അയാൾക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് ആദ്യം അറിയണം. അയാൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സാർ എനിക്കിത് മാറ്റണം എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ദിവസം സാധിക്കുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായമായിട്ട് വരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഹിപ്നോട്ടിസത്തിലൂടെ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയിലൂടെ അദ്ദേഹത്തിന്റെ ശീലത്തെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ 50-60 പേർക്കാണ് നമ്മൾ ഒരുമിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ഒരു ഗ്രൂപ്പിൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ, ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 7.5 hours ഒരു ക്ലാസ് വെക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന്. വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ളവരാണല്ലോ ഈ ക്ലാസ്സിനകത്ത് വരാറുള്ളത്. ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സെക്ഷന്റെ ലാസ്റ്റ് ചോദ്യോത്തരങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് വരെ സെക്ഷൻ കഴിഞ്ഞ ശേഷം അവരുടെ ഫീഡ്ബാക്കിൽ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിരുന്നു ഞങ്ങളിവിടെ വന്നത്, പക്ഷെ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും സെക്ഷൻ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചോദിക്കാതെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ദിന തിരക്കിന്റെയും ക്ലാസുകളുടെയും കൌൺസിലിംഗിന്റെയും ഒക്കെ പിരിമുറുക്കം ലഘൂകരിച്ച് ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. സ്വയം ഡ്രൈവ് ചെയ്ത് കൊച്ചി നഗരത്തിന്റെ ആരവങ്ങളിലൂടെ ഇടപ്പള്ളിയിലേക്ക്. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് ഉപദേശിക്കുന്ന ഡോക്ടർ ജയപ്രകാശ് 3 കുട്ടികളുടെ പിതാവും സ്നേഹസമ്പന്നനായ ഗൃഹനാഥനുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിനെ നാം എങ്ങനെ സമീപിക്കണമെന്നും അദ്ദേഹം വിശദമാക്കുന്നു. അങ്ങ് 3 കുട്ടികളുടെ അച്ഛൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിനെ കുറിച്ചും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലോ തന്നെ ഇത്തരം മൈൻഡ് പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു ഇന്നോവേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? സാധാരണഗതിയിൽ മൈൻഡിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ മെച്യൂരിറ്റിയുടെ പീരീഡ് എന്ന് പറയുന്നത് 2 to 8 years ആണ്. 2 വയസ്സിനും 8 വയസ്സിനും ഇടയിൽ കുട്ടികളുടെ മൈൻഡ് കൂടുതൽ ക്രിട്ടിക് മൈൻഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഒരു പെൻസിൽ ബോക്സുമായിട്ട് വരുന്നു. പിന്നെ അമ്മ ചോദിക്കുകയാണ്, ഇതാരുടെയാണ് മോനെ ബോക്സ്? അവന് പറയുന്നത് ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. ക്ലാസ്സിൽ നിന്ന് കിട്ടിയാണെങ്കിൽ ഇത് മോൻ്റെ അല്ലല്ലോ, പിന്നെ എന്തിനാ അത് കൊണ്ടുവന്നു? അതല്ല, ആരും കണ്ടില്ല, ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു, വെറുതെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അവൻ ക്രിട്ടിക് മൈൻഡിലാണ് ചോദിക്കുന്നത്. ഉടനെ മുതിർന്ന വിവേകമുള്ള മാതാവ് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മുടെ അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആവശ്യമില്ല, നാളെ ഇത് ടീച്ചറെ തന്നെ കൊണ്ട് കൊടുക്കണം. ആ ബോക്സ് നഷ്ടപ്പെട്ട കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് അവൻ തിരിച്ച് ചിന്തിക്കുക. ശരിയായ ഒരു സോഷ്യൽ ബോധം അവൻ്റെ മനസ്സിൽ ഉദിക്കുന്നു. അത് മനസ്സിൽ പതിയുന്നതായിരിക്കും ഭാവിയിലോട്ട് വരുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിർണ്ണയിക്കാൻ ഇതേ മെത്തേഡ് അവനെ സഹായിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ അല്ലെ ആദ്യകാലങ്ങളിൽ നമ്മുടെ മനസ്സിലോട്ട് കൊടുക്കുന്ന പതിക്കുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തെ പല വിധത്തിൽ ബാധിക്കുക. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച 2 വ്യക്തികളുടെ അല്ലെങ്കിൽ 2 മനസ്സുകളുടെ സംഗമമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു ട്രെയിനിങ് കൊടുത്താൽ അത് എത്രത്തോളം അതിന് പരിഹാരം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്? ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്ത ക്യാരക്ടേഴ്സും സ്വഭാവവുമാണ്. ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വെജിറ്റബിൾസ് കുറച്ച് വാങ്ങിയാൽ അതിന് തനതായ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാകും. പാവയ്ക്കായ്ക്ക് പാവയ്ക്കാകാനേ പറ്റുള്ളൂ, അതിനൊരിക്കലും മധുരം തരാൻ പറ്റില്ല. വ്യക്തിതലത്തിൽ അത് മനസ്സിലാക്കി എല്ലാ വ്യക്തികളും ഇൻഡിവിജ്വൽസ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള ക്യാരക്ടറുകൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഒരു പരിധിവരെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് സ്വയം ബോധ്യപ്പെടണം. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു കലയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇന്ന് വരെ ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ഒരു ഭർത്താവ് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭാര്യയും കിട്ടിയിട്ടുണ്ടാകില്ല,
ഭാര്യ ആഗ്രഹിച്ച രീതിയിലൊരു ഭർത്താവിനെയും കിട്ടിയിട്ടുണ്ടാവില്ല. ഭൂരിപക്ഷമാണ് ഞാൻ പറയുന്നത്, എല്ലാമായിരിക്കണമെന്നില്ല. പിന്നെ എങ്ങനെ ലൈഫ് സക്സസ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ റിയലൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ വർഷങ്ങളോളം ആ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു മൈൻഡ് പവർ ഇൻക്രീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഓരോ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങയുടെ ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് തോന്നുന്നത്? ബുദ്ധി ഉറച്ച് തുടങ്ങുന്ന സമയം മുതൽ വിവിധ ലെവലിലുള്ള മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത മേഖലയിലുള്ള ആൾക്കാർക്കും അനിവാര്യമായിട്ടൊരു ഘടകമാണ്. നമുക്കറിയാമല്ലോ, ഒരു സ്പേസ് നമ്മൾ നിരവധി ചെലവാക്കലുകൾ ഒരു ദിവസം അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. നമ്മൾ സ്പേസിലോട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ 80% ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം ചെലവാക്കേണ്ടി വരുന്നത് അത് മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയർ വിടുന്ന ആ കുറച്ച് ദൂരം വരെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് 80% സ്പെൻഡ് ചെയ്യേണ്ടി വരിക ഇന്ധനം. ബാക്കി 20% മതി ബഹുദൂരം താണ്ടാനായിട്ട്. നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ശോഭനമായിട്ട് കൊണ്ടുപോകാൻ ഇപ്പം നമ്മൾ എടുക്കുന്ന കെയർ, അറ്റൻഷൻ, അതിനുവേണ്ടി നൽകുന്ന അല്ലെങ്കിൽ മുടക്കുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുന്ന സമയമോ നഷ്ടമോ ഒന്നും നഷ്ടമായിട്ട് കണക്കാകാതെ പരമാവധി ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നാളത്തെ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്. അതിനുള്ള പ്രസക്തി അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുക ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇപ്പോഴത്തെ നിക്ഷേപം നാളത്തെ സമൃദ്ധമായ സമ്പാദ്യമാകണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ പരിപക്വമാക്കേണ്ടിയിരിക്കുന്നു. ഊർജവും വ്യായാമവും നൽകി പരിപാലിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട ലളിത തത്വങ്ങൾ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ജയപ്രകാശിന്റെ മുന്നിൽ ഇനിയുമുണ്ട് നിരവധി ജനങ്ങൾ. അവരുടെ നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എഴുതിയും വായിച്ചും അറിഞ്ഞും. ഡോക്ടർ ജയപ്രകാശിന്റെ ഈ വീക്ഷണങ്ങളോടെ ഇന്നത്തെ വികസന സന്ദേശം ഇവിടെ സമാപിക്കുന്നു. ഒരു പുതിയ വർഷത്തിന്റെ കടന്നുവരവിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധമായ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. നമസ്കാരം.